ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലെ അവസാന ദിവസങ്ങളിലേക്ക് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കൂടുതൽ നിർമ്മലരായി അവനോടൊപ്പമായിരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷ ഭാഗത്ത് യേശുവും യഹൂദന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണം നമുക്ക് കാണാൻ സാധിക്കും. 51-ാം വാക്യത്തിൽ യേശു യഹൂദന്മാരോട് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏതെങ്കിലും ഒരുവൻ എന്റെ വചനം പാലിച്ചാൽ അവൻ മരിക്കുകയില്ല. യഹൂദന്മാര് ഒരു മറുചോദ്യം എന്ന പോലെ യേശുവിനോട് ചോദിക്കുന്നു, നീ പറയുന്നുണ്ട് നിന്റെ വചനം പാലിച്ചാൽ മരിക്കുകയില്ല, പക്ഷെ അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു. യേശു ഒരിക്കലും മരിക്കുകയില്ല എന്ന് യഹൂദന്മാരോട് പറയുമ്പോൾ യഹൂദന്മാർ വിചാരിക്കുന്നത് ഒരു മരണമില്ലാത്ത ജീവിതത്തെ കുറിച്ചിട്ടാണ്. ചില ആൾദൈവങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ചില പൂജകൾ ചെയ്താൽ നിങ്ങൾ 200-300 വർഷങ്ങൾ ജീവിക്കും എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലാണ് യഹൂദന്മാര് യേശുവിന്റെ മരിക്കുകയില്ല എന്നുള്ളൊരു വാക്യം എടുക്കുന്നത്. പക്ഷെ യേശു ഒരു നിത്യജീവിതത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷം കുറച്ചുകൂടി മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഏകസത്യദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അതെ, ഒരു മരണമില്ലാത്ത ജീവിതമല്ല, മറിച്ച് യേശുവുമായുള്ളൊരു ആത്മബന്ധത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് യേശുവുമായൊരു ആത്മബന്ധം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പാലിക്കുന്നവരും കൂടിയായിരിക്കും. അതെ, യേശുവുമായുള്ള ആത്മബന്ധത്തിന് വചനമാണ് ഒരു വഴി. അപ്പോ എന്താണ് വചനം? ബൈബിള് ഉടനീളം നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും, യേശു കുരുടന് കാഴ്ച നൽകുമ്പോഴും തളർവാദിയെ നടത്തുമ്പോഴും സംസാരശേഷിയില്ലാത്തവന് സംസാരശേഷി നൽകുമ്പോഴും അതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം സ്നേഹമായിരുന്നു. അവസാനം കുരിശിൽ മരിക്കുമ്പോഴും അവന്റെ സ്നേഹം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, സ്നേഹമാണ് യേശുവുമായുള്ള ആത്മബന്ധത്തിന് അല്ലെങ്കിൽ ഒരു നിത്യജീവന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. കുരിശിന്റെ വഴിയിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന കുരിശിന്റെ വഴിയിൽ ചൊല്ലുന്ന ഒരു കാര്യമുണ്ട്, ഒരു വാക്യമുണ്ട്, നിന്റെ സഹോദരൻ ആർക്കെങ്കിലും നീ സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സ്നേഹമെന്ന വാതിൽ തുറക്കാനായിട്ട്, സ്നേഹമെന്ന വാതിൽ തുറന്ന് യേശുവുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കാനായിട്ട് സഹോദരനാണ് താക്കോല്. 10 കൽപ്പനകൾ 2ആയി സംഗ്രഹിച്ചാൽ 2ാമത്തത് ഇപ്രകാരമാണ്, നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. സഹോദരനെ സ്നേഹിച്ചാൽ സ്നേഹമെന്ന വാതിൽ തുറന്ന് യേശുവുമായുള്ള ആത്മബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. സ്നേഹമെന്ന വാതിൽ തുറന്ന് യേശുവുമായ ആത്മബന്ധം സ്ഥാപിക്കുവാൻ ഇനിയും വൈകിട്ടില്ല. കളഞ്ഞുപോയ നാണയം തിരയുന്ന സ്ത്രീയെ പോലെ, വഴിതെറ്റിയ ആടിനെ തിരക്കിയിറങ്ങുന്ന നല്ല ആട്ടിടയനെ പോലെ, തന്റെ ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന നല്ല അപ്പനെ പോലെ അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായി അവനുമായി നമുക്ക് ആത്മബന്ധം സ്ഥാപിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.